ബെഡ്ഷീറ്റ് വിരിക്കുകയാണ് മോള്. ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റ് മാറ്റേണ്ടി വരും. ഞങ്ങളുടെ വീട്ടിൽ ബബിളും ഉണ്ടല്ലോ, ബബിളുവിൻ്റെ രോമം വല്ലാണ്ട് കൊഴിയുന്നുണ്ട്. ഈ ചൂടുകാലമാകുമ്പം അവർക്കങ്ങനെ രോമം വല്ലാണ്ട് കൊഴിയും. തണുപ്പ് കാലമാകുമ്പോൾ കുറയും, കുറച്ച് ചിലപ്പം കൊഴിഞ്ഞില്ലാതെ തന്നെ വരും. ചൂടുകാലമാകുമ്പോൾ ഭയങ്കര കൊഴിയാണ്. ഇത് അവനിവിടെ കിടക്കുന്നുണ്ട്. ചൂടായതുകൊണ്ട് നിലത്തങ്ങനെ കിടക്കുക. ഇത് ഇവൻ്റെ കിടക്കുകയാണ് കേട്ടോ. ഇത് അവന് വേണ്ടി ഉണ്ടാക്കിച്ചൊരു കിടക്കുകയാണ്. അപ്പോൾ ഈ കിടക്കാൻ നിറച്ചുമായി അവനപ്പം. അവന് ആ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവന് കിടക്കാൻ നല്ല പാകത്തിനുള്ളൊരു ബെഡ് ഉണ്ടാക്കിയതാണ്. കിടക്കക്കാരോട് പറഞ്ഞ് പഞ്ഞിയൊക്കെ നിറച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള ബെഡ് അവന് വേണ്ടി ഉണ്ടാക്കിച്ചത്. അതിനൊരു ബെഡ്ഷീറ്റ് വിരിക്കണം. പിന്നെ ഇപ്പോൾ കിടക്കലൊന്നും ഇപ്പോൾ അവൻ കിടക്കുന്നില്ല. ഈ ചൂടുകൊണ്ട് നിലത്ത് തന്നെ കിടക്കുന്നത്. ഇത് ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിച്ചു. അലക്കാനുള്ളതൊക്കെ ഇവിടെ ബക്കറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മേലെ വാഷിംഗ് മെഷീൻ മേലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വാഷിംഗ് മെഷീനിൽ ഇടണം. അപ്പോൾ അവളിവിടെ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അടുക്കളയിൽ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. ഇന്ന് ഒരു കായുപ്പേരിയാണ് ഉണ്ടാക്കിയത്. ഇതാണ് നമ്മുടെ കായുപ്പേരി, കായത്തോരൻ എന്നൊക്കെ പറയാം. ഈ കായ നമ്മുടെ അടുത്ത വീട്ടിലെ ഫ്രണ്ട്, നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. അവരുടെ വീട്ടിൽ വാഴ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കായ ഉണ്ടായപ്പം ഇന്നലെ കായ വെട്ടിയപ്പോൾ നമുക്ക് ഒരു വട്ടല കായ തന്നു. അതുണ്ടാക്കിയ കായപ്പേരാണിത്. കായപ്പേര് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനം അവിടെ. പിന്നെ ഉണ്ടാക്കിയത് ഒരു ഇഞ്ചിക്കറിയാണ്. കാണുമ്പോൾ ഒരു മൊഞ്ചില്ല. ഇഞ്ചിക്കറിക്ക് അല്ലെങ്കിലും കറുത്ത കളറാണല്ലോ അല്ലേ. ഇതുണ്ട് ഇഞ്ചിക്കറി. ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി അങ്ങനെ കൊഴുത്ത് വരും. ഇപ്പോഴും പാകത്തിന് തന്നെയാണിത്. അപ്പോൾ ഇഞ്ചിക്കറി എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇവിടെ. അച്ചാറൊക്കെ കൂട്ടി മടുക്കുമ്പോഴത്തേക്കും ഒരു ഇഞ്ചിക്കറി ഉണ്ടായാലും എല്ലാവർക്കും ഭക്ഷണത്തിന് നല്ല ടേസ്റ്റാണ്. ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണല്ലോ. പുളിവെള്ളത്തിൽ ഇഞ്ചിയും ഒക്കെ. പിന്നെ ഇത് ബബ്ലുവിൻ്റെ ചിക്കനാണ്. ബബ്ലുവിന് ബോൺലെസ് ചിക്കനാണ് കൊടുക്കാറ്. ബോൺ കൊടുത്താൽ അവർക്ക് വയറ്റിലൊക്കെ മുറിവുകൾ ഉണ്ടാവാം എന്ന് പറഞ്ഞതുകൊണ്ട് ബോൺലെസ് ചിക്കനാണ്. വെറും മഞ്ഞൾ മാത്രം ഇട്ട് വേവിച്ച ചിക്കനാണിത്. അത് കൂട്ടി അവന് ചോറ് കൊടുക്കും. ഇത് നമ്മളുടെ ചപ്പാത്തി ആയിരുന്നു രാവിലെ. അതിന് കുറച്ചും കൂടി ഉണ്ടാക്കാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വീണ്ടും മുകളിലേക്ക് വരുമ്പം ഇതാ ബെഡ് ഒക്കെ വിരിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ബബ്ലുവിൻ്റെ ബെഡിൻ്റെ ബെഡ്ഷീറ്റ് വിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവൻ്റെ കുഞ്ഞിക്കിടക്ക. അവനറിയാം ഇത് അവൻ്റെ കിടക്കയാണെന്നും അത് വിരിച്ച് വൃത്തിയാക്കി വെക്കുന്നതൊക്കെ അവന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ശരിക്കും അതിനൊരു കവറുണ്ടാക്കിയാൽ പോലെ എന്ന് വിചാരിക്കും. പക്ഷേ കവറാകുമ്പോൾ നമുക്ക് അഴിച്ച് തിരുമ്പാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ബെഡ്ഷീറ്റ് ആകുമ്പോൾ പിന്നെ ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ഒരു പ്രാവശ്യം അത് കഴുകി അടുത്ത ബെഡ്ഷീറ്റ് വിരിക്കും. അവൻ്റെ കുഞ്ഞിക്കിടക്ക റെഡി ആയിട്ടുണ്ട്. ഇതവിടെ വെച്ചിട്ടുണ്ട്. അവനോട് ഇതാണ് അവൻ്റെ സ്ഥലം. ശരിക്കും പറഞ്ഞാൽ അത് ബെഡ് ഇടുന്ന സ്ഥലം ഇവിടെയാണ്. ഇപ്പോൾ അവനവിടെ കിടന്നതുകൊണ്ട് ബെഡ് അവിടെ ഇടുന്നില്ല. ഇവിടെയാണ് അവൻ്റെ ബെഡ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഹോം ടൂർ ഒന്ന് ചെറുതായിട്ട് കാണിച്ചാണ്. ഒരു ബെഡ് വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുട്ടി ഭയങ്കരമായി ക്ഷീണിച്ച് വേർത്ത് കുളിച്ചൊക്കെ പിന്നെ ചൂടുകാലല്ലേ, ചൂടാണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ലേ, ചെറിയൊരു പണി ചെയ്യുമ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകും. അപ്പം നമ്മളൊക്കെ പണ്ട് എത്ര പണികൾ ചെയ്തിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഓരോരോ പണികൾ, പാത്രം കഴുകലും അടിച്ചു വാരലും അലക്കലും വാഷിംഗ് മെഷീനല്ല, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അത് ആ കാലം. ഇത് ബബ്ലുവിൻ്റെ വെള്ളമാണ്. അവന് ആവശ്യമുള്ള സമയത്ത് അവൻ വരും, വെള്ളം കുടിക്കും. വെള്ളത്തിൽ ചെറിയ ഒരു പൊടിയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഉടനെ നമ്മളോട് പറയും ഞാനത് കുടിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ഇങ്ങോട്ട് മുഖം തിരിച്ച് കാണിക്കും. അപ്പോൾ നമ്മൾ ഉടനെ വെള്ളം വന്ന് നോക്കുമ്പോൾ ഇത് ചെറിയൊരു പൊടി ഉണ്ടാവും. അത് നമ്മൾ മാറ്റി കൊടുത്താലേ കുടിക്കുള്ളൂ. ഇത് അലക്കാനുള്ള വസ്ത്രങ്ങൾ മേലോട്ട് കൊണ്ടുപോയി അലക്കും. ആണ് മേലോട്ടുള്ള കാഴ്ച. അവന് ഭയങ്കര ക്ഷീണിച്ച് കിടക്കുന്ന പോലെ. അവനിപ്പോൾ എന്താ പണിയുള്ള, സ്കൂളിൽ പോകണ്ട, ജോലിക്ക് പോകണ്ട, കുക്കിങ്ങോ കാര്യങ്ങളോ വീട്ടിലെ പണികളോ ഒന്നും ചെയ്യണ്ട. അവനെല്ലാവരും പുറത്ത് കൊണ്ടുപോയിക്കോളും, അവന് ഭക്ഷണം കൊടുത്തോളും, അവന് ഓമനിച്ചോളും, കൊഞ്ചിച്ചോളും. പിന്നെ അവനെന്താ പ്രശ്നം? അപ്പോൾ അതുപോലെ ആണ് ഇന്നത്തെ കാഴ്ചകൾ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹോം ടൂർ. ഒരു ബൈ പറഞ്ഞോളൂ. ഇഞ്ചിക്കറി കാണിച്ചു.